ഓം നമ ശിവായ. എന്നെ സംബന്ധിച്ച് ഏറ്റവും അപ്രാപ്യം എന്ന് കരുതിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഭഗവാൻ നടത്തിത്തന്നത്. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ എനിക്ക് ഓക്കെ പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നില്ല. ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കങ്ങനെ തരാൻ പറ്റില്ലെന്ന്. പിന്നെ ഞാൻ വേറെ എൻ്റെ ഒരു ഫാമിലി ഡോക്ടറിനെ കണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പരിക്രമമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ആ ഡോക്ടറാണ് എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നത്. പിന്നെ എനിക്ക് ലങ്സിനും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാനസ സരോവർ വരെ മാത്രം എത്തി കൈലാസം കാണാം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇതിനായിട്ട് യാത്ര തിരിച്ചത്. പിന്നെ മോചിതാജി പറഞ്ഞതുപോലെ എല്ലാം ഭഗവാനിൽ അങ്ങ് അർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. ആ ഒരു അർപ്പണത്തോടു കൂടിയോണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലിന് വേദന, നടക്കാൻ പറ്റിയില്ല. 2 മാസം മോചിതാജി പറഞ്ഞ സമയത്തൊന്നും നടക്കാൻ പറ്റില്ല, ട്രീറ്റ്മെൻറ്റിലായിരുന്നു. മെയിലാണ് ഞാൻ കുറച്ച് നടന്നത്. അപ്പോഴൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വരുന്ന പോലെ തോന്നി. എങ്കിലും ഞാൻ വിചാരിച്ചു ഭഗവാൻ നടത്തി തരും എന്നങ്ങ് ഉറച്ച് വിശ്വസിച്ചിട്ടാണ് ഇത്രത്തോളം എത്തിയത്. മാനസ സരോവറിൽ എത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വാക്കുകളാൽ പറയാൻ പറ്റത്തില്ല. ഭഗവാനെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ അനുഭൂതി നിറഞ്ഞൊരു അനുഭവമാണ്. എല്ലാവരും കൈലാസത്തിലേക്ക് വരണം. അത് കഴിഞ്ഞ് ഭഗവാന്റെ 3 മുഖങ്ങളും ദർശിക്കാൻ സാധിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും 1ാമത്തെ പരിക്രമം പൂർത്തിയാക്കാൻ സാധിച്ചു. എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. മോചിതാജിക്കും പ്രത്യേകം നന്ദി പറയുന്നു. കാരണം തന്ന മോട്ടിവേഷനും ഇൻസ്പിറേഷനുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഭഗവാന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു, എല്ലാം ഇത്രയും നടത്തി തന്നതിന്. Mochita's Moksha, Journey to the Self.